ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ശരത്ത് എഴുതിയിരിക്കുന്ന മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് ശരത്ത്, യഥാർത്ഥ പേരല്ല. 27 വയസ്സുണ്ട്. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം ആകുന്നതേ ഉള്ളൂ. എൻ്റെ അച്ഛനും അമ്മയും ചേട്ടനുമൊക്കെ ബിസിനസ് രംഗത്താണ്. ഞാൻ മാത്രമാണ് സ്ഥിരം ജോലി ബാങ്കിലുള്ള ആൾ. പിന്നെ എൻ്റെ ഭാര്യയുടെ വീട്ടുകാരും ബിസിനസ്സുകാരാണ്. അമ്മയ്ക്കും അച്ഛനും ബിസിനസ്സാണ്. വൈഫ് ബിസിനസ്സോ ജോലിക്കൊന്നും പോകാൻ താല്പര്യപ്പെടാത്ത ആളാണ്. വൈഫ് PG കഴിഞ്ഞതേ ഉള്ളൂ. ആ സമയത്താണ് കല്യാണാലോചന വന്നത്. എൻ്റെ വീട്ടുകാർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമായിരുന്നു. എങ്കിലും ഞാൻ വൈഫിനെ നേരത്തെ കണ്ടിട്ടൊന്നുമില്ല. പിന്നെ അവളുടെ ജാതകത്തിൽ ചെറിയ ഇഷ്യൂസ് ഉണ്ട്. കാര്യം ഇല്ലെങ്കിൽ 32 വയസ്സിൽ മാത്രമേ നടക്കൂ എന്നുള്ളൊരു സ്ഥിതിയാണ്. അതുകൊണ്ടാണ് എൻ്റെ ജാതകവുമായി ചേർന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും പൊരുത്തമുണ്ട്, ഇപ്പം തന്നെ കല്യാണം നടത്താം എന്ന് വിചാരിച്ചത്. ഞാനും മനസ്സിൽ കല്യാണത്തിന് പ്രിപ്പയർ ഒന്നും ആയിരുന്നില്ല. ഇങ്ങനൊരു ആലോചന വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവളെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലും ആഗ്രഹം പെട്ടെന്ന് മുട്ടിട്ടു. കാര്യം നല്ല സുന്ദരിയാണ്, മോഡേണുമാണ്, സിനിമ നടി വരെ പോലെ ഒരു ഫിനിഷിംഗ് ആണ്. ഹെയർ ആണെങ്കിലും സ്കിന്നാണെങ്കിലും ഒക്കെ അതേപോലെ തന്നെ. ഇതുപോലൊരു പെണ്ണിനെ വേറെ ഒത്തുകിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏതൊരാളാണെങ്കിലും പെട്ടെന്ന് ചാടിക്കല്യാണം കഴിക്കില്ലേ? അങ്ങനെയാണ് ഞാനും ചാടിക്കല്യാണം കഴിച്ചത്. വളരെ ഗ്രാൻഡായിരുന്നു. നാട്ടുകാരെല്ലാം ഞെട്ടിപ്പോയൊരു കല്യാണമായിരുന്നു. എൻ്റെ കൂട്ടുകാർക്കൊക്കെ എന്നെ ഓർത്ത് അസൂയയുണ്ട്. കാര്യം ഇത്രയും സുന്ദരി, ധനാഢ്യയായൊരു പെൺകുട്ടി. പിന്നെ ആർക്കാണ് എന്നോട് അസൂയ തോന്നാത്തത്? എനിക്കും എന്നോട് തന്നെ അസൂയ തോന്നി. ഇത്രയും സുന്ദരിയെ ഞാൻ സ്വന്തമാക്കുകയാണോ? സ്വപ്നത്തിൽ പോലും കരുതാത്ത കാര്യമാണ്. അപ്പോൾ എൻ്റെ ആഹ്ലാദം എത്രത്തോളം ഉണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വിവാഹത്തിന് മുമ്പ് ഞങ്ങൾ അത്യാവശ്യ കാര്യങ്ങളൊക്കെ സംസാരിക്കുമായിരുന്നു. ഫോണിൽ കൂടി അത്രയധികം സംസാരിക്കാത്ത ഒരാളാണ് ഞാൻ. അവളും അങ്ങനെ തന്നെ. കുറച്ച് റിസർവ്ഡ് ആണെന്ന് തോന്നും. അതുകൊണ്ട് ഞാനും ശല്യപ്പെടുത്താൻ പോയില്ല. എങ്കിലും മധുരതരമായ സംസാരമായതുകൊണ്ട് എൻ്റെ മനസ്സിൽ അവൾ ഇടം പിടിച്ചു. പിന്നീട് ഞങ്ങൾ മണിയറയിൽ കണ്ടപ്പോൾ എൻ്റെ ആശകൾ വാനോളം ഉയർന്നു നിൽക്കുകയായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് അടുത്തിരുന്ന് കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഞാൻ വൃത്തി നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് വിയർപ്പ് നാറ്റം, മറ്റ് ദേഹത്തു നിന്നുള്ള മണങ്ങളൊന്നും അധികം ഇഷ്ടമല്ല. എപ്പോഴും സുഗന്ധമായിരിക്കണം. മുഷിഞ്ഞ ഡ്രസ്സുകളോ അല്ലെങ്കിൽ ബാഡ് സ്മെല്ലുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളും എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മനുഷ്യനല്ലേ, നമ്മൾ രാവിലെ ഇറങ്ങിപ്പോകുന്ന പോലെ എന്തായാലും വൈകുന്നേരം വരെ ഫ്രഷ് ആയിട്ടിരിക്കാൻ പറ്റില്ലല്ലോ. കുളി കഴിഞ്ഞ് കുറച്ചു നേരം മാത്രമേ നമ്മൾ ഫ്രഷ് ആയിരിക്കുള്ളൂ. ആ സമയത്ത് നല്ല മണവും ഗുണമൊക്കെ കാണും. അത് കഴിയുമ്പോഴേക്കും എല്ലാ ഭാഗത്തും കുറച്ചൊക്കെ സ്മെല്ല് വന്ന് തുടങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അതൊന്നും എനിക്കിഷ്ടമല്ല. ഒരിടത്തും ബാഡ് സ്മെല്ല് വരാനേ പാടില്ല. അതിന് പ്രത്യേകതരം സ്പ്രേകളും ക്രീമുകളും ഒക്കെ ഉണ്ട്. അത് ഉപയോഗിച്ച് മാത്രമേ നടക്കാവൂ. എത്ര രാത്രിയാണെങ്കിലും എന്നോട് അടുത്തിരിക്കുമ്പോൾ വളരെ ഫ്രഷ് ആയിരിക്കണം. ഒരു രീതിയിലുള്ള വേറെ ഒരു മണവും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ്, ഇത് നിങ്ങൾക്കുള്ള സമ്മാനമാണെന്ന് പറഞ്ഞ് അവൾ എനിക്ക് ഒരു ഗിഫ്റ്റ് ഹാമ്പർ പോലെയുള്ളത് തന്നു. ഞാൻ തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അതിൽ ഇമ്പോർട്ടഡായ സോപ്പ് മുതൽ ഷാമ്പു വരെയുള്ള പല രീതിയിലുള്ള സുഗന്ധ വസ്തുക്കളുണ്ട്. സ്പ്രേയുണ്ട്, റോളോണുണ്ട്, പിന്നെ ഷാമ്പു, സോപ്പ്, ഷവർ ജെല്ല്, അങ്ങനെ എല്ലാം. പിന്നെ ബോഡി ക്രീമും എല്ലാം ഉണ്ട്. എന്നോട് പുള്ളിക്കാരി പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ അടുത്ത് വരുമ്പോൾ എന്നോട് സഹകരിക്കുമ്പോൾ അടിമുടി ഇതേ സ്മെല്ലായിരിക്കണം. ഈ സ്മെല്ലാണ് എനിക്കിഷ്ടം. ഈ ബ്രാൻഡിൻ്റെ പല സ്മെല്ലുകളുമുണ്ട്, അതെല്ലാം എനിക്കിഷ്ടമാണ്. അല്ലാതെ നിങ്ങൾക്കിഷ്ടമുള്ള സ്പ്രേ ഒന്നും അടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. അതുമാത്രമല്ല, എപ്പോഴും നല്ല സ്മെല്ലായിരിക്കണം എല്ലാ ഭാഗത്തും എന്ന് അവൾ പ്രത്യേക രീതിയിൽ പറഞ്ഞു. അവൾ ഉദ്ദേശിച്ചതും എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, ഇതൊക്കെ ഉപയോഗിച്ച് എങ്ങനെയാണ് സ്മെല്ല് നിലനിർത്തുന്നത്? ഇതൊക്കെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ടഡ് ആയതുകൊണ്ട് ഒരിക്കലും ഇതിന് സ്മെല്ലൊന്നും അങ്ങനെ പോകില്ല. 24 മണിക്കൂറെങ്കിലും നിൽക്കും എന്ന് പറഞ്ഞു. എനിക്കിതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ കൺഫ്യൂഷനായി. OCD ഒക്കെയുള്ള ആൾക്കാരെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, അമിത വൃത്തിക്കാർ. അത്തരം ഒരാളാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാൻ ആ സംശയം മറച്ചു വെച്ചില്ല. OCD അല്ലേ ഇത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, OCD ആണോ ABCD ആണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ സ്വഭാവം പണ്ട് മുതലേ ഇങ്ങനെയാണ്. ഞാൻ അങ്ങനെയാണ് പരിചയിച്ച് വന്നത്. അതുകൊണ്ട് എനിക്കതേ പറ്റൂ. ഇതിന് പേരിൽ തർക്കിച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു. ഞാൻ ആകെ കൂടി എന്തോ പോയ അണ്ണാനെ പോലെ ഇരുന്നു. ഇവളെയൊക്കെ എങ്ങനെ മാനേജ് ചെയ്യാനാണ്? ഞാൻ വിചാരിച്ച സ്വപ്നസുന്ദരി ഇത്രയും ഹാർഷായി എന്നോട് പെരുമാറുമെന്ന്
ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പിന്നീട് ഞാൻ ചേർന്നിരുന്ന് കഴിഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ അത്ര ഫ്രഷാണെന്ന് തോന്നുന്നില്ല, പോയി ഒന്നുകൂടി കുളിച്ചിട്ട് വാ, ഈ പ്രൊഡക്റ്റൊക്കെ യൂസ് ചെയ്ത് കുളിക്കാമെങ്കിൽ മാത്രമേ ഉള്ളൂ മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നീ എന്നെ രാത്രി റാഗ് ചെയ്യുകയാണോ കളിയാക്കുകയാണോ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, ഇത് ഞാൻ പറയുന്ന പോലെ ചെയ്യാമെങ്കിൽ മാത്രമേ എൻ്റെ സഹകരണം ഉണ്ടാകൂന്ന്. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ്? അവൾ പറഞ്ഞ പ്രൊഡക്റ്റൊക്കെ ഇട്ട് കുളിച്ചു. വന്നപ്പോൾ ഒരു മൗത്ത് വാഷ് തന്നു. അത് 5 മിനിറ്റ് വായിലിട്ട് കുലിക്കൊഴിഞ്ഞിട്ട് വേണം എന്തെങ്കിലും ഒരു മുത്തത്തിലേക്ക് കടക്കാൻ എന്നാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ തന്നെ ഞാൻ അനുസരിച്ചു, അല്ലാതെ എന്ത് ചെയ്യാനാണ്? അപ്പോഴേക്കും ഞാൻ ചോദിച്ചു, അല്ല ഇതൊക്കെ നീ ഉപയോഗിച്ച് റെഡിയായി വന്നിരിക്കുകയാണെന്ന്, നിങ്ങൾക്ക് ബാത്റൂമിൽ കയറിയപ്പോൾ അതിൻ്റെ മണം കിട്ടിയില്ലേ, അപ്പോൾ ഞാൻ ഉപയോഗിക്കാതിരിക്കുമോ? നോക്കൂ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ അതിനേക്കാൾ മികച്ച രീതിയിൽ റെഡിയായി വരും. നിങ്ങൾ എന്നോട് അടുത്ത് വന്നിരിക്കൂ, ഇനിയിപ്പോൾ മനസ്സിലാകും എന്ന് പറഞ്ഞു. എന്തായാലും ആദ്യ ദിവസത്തെ കടമ്പ കഴിഞ്ഞല്ലോ. അങ്ങനെ സുഗന്ധപൂരിതനായി ഞാൻ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് എന്നോട് വല്ലാത്ത സ്നേഹം, ഇതുവരെയുള്ള ഭാവങ്ങളൊക്കെ മാറി മറിഞ്ഞു. അവൾക്ക് നല്ല ഉത്സാഹവും ഉണർവുമുണ്ട്. ഒരു നാണമോ അല്ലെങ്കിൽ ആദ്യ ദിവസത്തെ ഭയമോ ഒന്നുമില്ല. ഒരമ്പ് അങ്ങോട്ട് ചെയ്താൽ 100 അമ്പ് ഇങ്ങോട്ട് വരും എന്ന രീതിയിലായിരുന്നു പ്രതികരണങ്ങൾ. അവൾ ഇത്തിരി മുമ്പ് ഉണ്ടാക്കിയ ആശങ്ക എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയി. ഇനി മത്സര ബുദ്ധിയോടുകൂടി ഇന്നത്തെ ദിവസം ആഘോഷിക്കണം എന്ന് എനിക്ക് തോന്നി. ഇംപ്രഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണല്ലോ ഏതൊരു ഭർത്താവിൻ്റെയും കർമ്മം. കർമ്മനിരതനായി ഞാൻ മുങ്ങി ഊളിയിട്ടു. അപ്പോഴും സുഗന്ധം അലയടിച്ചു. സുഗന്ധത്തിൻ്റെ അതിപ്രസരമാണ്. ആദ്യം ഇതൊക്കെ ആയിരുന്നെങ്കിലും പോകെ പോകെ സുഗന്ധമെല്ലാം കൂടെ തലയിൽ കയറി പിടിച്ച് കൂടി തലവേദന എടുക്കാൻ തുടങ്ങി. തിരിച്ച് ഇങ്ങോട്ടുള്ള പ്രവൃത്തിയിലാണെങ്കിലും ഏതെങ്കിലും രീതിയിൽ മനുഷ്യൻ്റെ സ്മെല്ലുണ്ടെങ്കിൽ അവൾ ഒരു രീതിയിലും അത് അഡ്ജസ്റ്റ് ചെയ്യില്ല. അവൾ പറയുന്ന സുഗന്ധം, കഴുകൽ, അത് കഴിഞ്ഞിട്ട് ശേഷമേ അവളുടെ ആട്ടവും പാട്ടും അവിടെ നടക്കൂ. ഞാൻ ആദ്യത്തെ 6 മാസത്തോളം നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തു. കാര്യം നമുക്ക് ആദ്യത്തെ കുറേ മാസം ഒരാളോട് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ, ആകാംക്ഷയുമായിരിക്കും. അപ്പം നമ്മൾ എന്ത് നിബന്ധനകളും അംഗീകരിക്കും. അത് കഴിയുമ്പോഴേക്കും ഇതൊന്നും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു മനസ്ഥിതിയാകും. എനിക്കും ആ മനസ്ഥിതി വന്നു. അപ്പോൾ ഞാൻ ഉടക്ക് വർത്തമാനങ്ങൾ പറയാൻ തുടങ്ങി. എനിക്ക് ഇത്രയും സുഗന്ധം പറ്റില്ല, സുഗന്ധം കുറഞ്ഞ സാധാരണ എന്തെങ്കിലും ഉപയോഗിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് പറ്റില്ല, ഇത് തന്നെ വേണം, ഒരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. പല രാത്രികളിലും ഞാൻ ഈ സുഗന്ധത്തിൻ്റെ ഒരു സ്മെല്ലില്ലേ, അത് താങ്ങാൻ വയ്യാതെ എനിക്ക് നല്ല തലവേദന ഉണ്ടാക്കാൻ തുടങ്ങി. സുഗന്ധം എനിക്ക് അലർജിയായി മാറാൻ തുടങ്ങി. ഇവളുടെ വൃത്തിഭ്രാന്താണ് ഇതിനെല്ലാം കാരണമെന്ന് എനിക്കറിയാം. പലപ്പോഴും ഞാൻ കുറ്റപ്പെടുത്തി കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, നിങ്ങൾക്ക് അതൊന്നും അറിയാത്താണ്. ഏറ്റവും നല്ല വൃത്തിയുള്ള ഭാര്യയെ കിട്ടി നിങ്ങൾ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ വിയർപ്പ് നാറ്റവും മറ്റു നാറ്റവും ഒക്കെ ആയിട്ട് വരുന്ന ആൾക്കാരെയൊക്കെ റിസീവ് ചെയ്യുന്നൊരു മനസ്ഥിതി ഒരു നല്ല കുടുംബത്തിൽപ്പെട്ട ആൾക്ക് ഉണ്ടാകരുത്. ഹൈഫൈയായി ജീവിക്കുന്നവരെല്ലാം നല്ല സുഗന്ധമുള്ളവരാണ്, അല്ലാതെ അവർ ലോക്കലായിട്ടുള്ള ആൾക്കാരെ പോലെ നടക്കുന്നവരല്ല എന്നൊക്കെയാണ് ഇവൾ പറഞ്ഞത്. ഇവൾക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് എനിക്ക് ആദ്യത്തെ ദിവസമേ തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോഴാണത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയത്. അത് പറഞ്ഞ് ഞങ്ങൾ തർക്കമായി. അതിന് അടുത്ത ദിവസം എൻ്റെ ഒരു ജോക്കി മുറിക്കുള്ളിലെ കസേരയിൽ അലക്ഷ്യമായിട്ടിട്ടു എന്ന് പറഞ്ഞ് അവൾ എന്നോട് വല്ലാതെ തർക്കിച്ചു, ചൂടായി. അപ്പോഴാണ് എനിക്ക് ശരിക്കും പ്രശ്നമായത്. ഞാൻ പറഞ്ഞു, നിനക്കെന്തോ രോഗമാണ്, നിന്നെ കൊണ്ടുപോയി ചികിത്സിക്കണം, അല്ലാതെ ഈ ദാമ്പത്യ ബന്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോകില്ല എന്ന്. സത്യമായിട്ടും അവൾ ഉപയോഗിച്ച വസ്ത്രങ്ങളൊന്നും അവിടെ നിന്ന് വിടാൻ സമ്മതിക്കില്ല. എല്ലാം വലിയൊരു ബാസ്ക്കറ്റിനകത്താക്കി ഇടണം, അതും മുറിക്ക് പുറത്ത്. അല്ലാതെ ഒരു മുഷിഞ്ഞ വസ്ത്രം പോലും അവൾ കണി കാണാൻ പോലും ഇഷ്ടപ്പെടുന്ന ആളല്ല. വിചിത്രമായ ഇത്തരം കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാലും അനുഭവിച്ചു കഴിഞ്ഞാലും എത്ര പുരുഷന്മാർ അതുമായി അഡ്ജസ്റ്റ് ചെയ്യും? ഈ ജോക്കി പ്രശ്നത്തിൻ്റെ പേരിൽ ഞാൻ അവളെ ഒത്തിരി വഴക്ക് പറഞ്ഞു. അവൾ തിരിച്ചും എന്നോട് എന്തൊക്കെയോ പറഞ്ഞു. അവസാനം അവൾ പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാ എന്ന് പറഞ്ഞ് പിണങ്ങി വീട്ടിലേക്ക് അങ്ങ് പോയി. അവളുടെ ഈ എടുത്തുചാട്ടം ഞാൻ പ്രതീക്ഷിച്ചതാണ്. പക്ഷേ വീട്ടിലേക്ക് പോകുന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. പെട്ടെന്നായി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വല്ലാത്ത ഒരു വിഷമമായി. ഞാൻ അവൾ
അവിടെ ചെല്ലുന്നതിന് മുമ്പ് തന്നെ അമ്മായിമ്മ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അവരെല്ലാം ബിസിനസ്സിന് തിരക്കിലാണ്. അമ്മായിമ്മ ഒരു സ്വന്തം സ്ഥാപനം നടത്തുന്നുണ്ട്. അതുകൊണ്ട് അവർ അത്ര ബിസി ആയിരിക്കാൻ സാധ്യതയില്ല. ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി ഫോൺ എടുത്തു. എന്താ മോനെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതുപോലെ ചെറിയൊരു വഴക്കുണ്ടാക്കി അവൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെന്ന്. എന്താ മോനെ കാര്യം ചോദിച്ചപ്പോൾ ഞാൻ ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞു. ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. കാര്യം അവളുടെ ഇഷ്ടത്തിനായിരുന്നല്ലോ എല്ലാവരും നിന്നുകൊണ്ടിരുന്നത്. ഞാനും അങ്ങനെ തന്നെ. അപ്പോൾ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, പണ്ടോട്ടെ അവൾക്ക് ഇത്തിരി അമിതവൃത്തിയൊക്കെ കൂടുതലാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ ഒത്തിരി നിബന്ധനകളുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു മോനെ. ഞങ്ങളോടിപ്പം നിബന്ധന വെച്ചാലും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അവളുടെ മുറിയിലൊക്കെയല്ലേ, അതെല്ലാം അവൾ ചിട്ടയായും വൃത്തിയായി സൂക്ഷിക്കും. പക്ഷേ ഭാര്യയും ഭർത്താവുമ്പോൾ ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ കുഴപ്പമാണ്. ഞങ്ങൾ ഈ തിരക്കിനിടയ്ക്ക് ഇതൊന്നും ശ്രദ്ധിച്ചില്ല. ഇവളെ നമുക്ക് ഏതെങ്കിലും ഡോക്ടറെ കാണിക്കാം. വരട്ടെ, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. മോനിപ്പം മറ്റാരോടും പറയണ്ട. കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളിലായിട്ടുള്ളൂ. അതൊക്കെ വലിയ പ്രശ്നത്തിൽ കലാശിക്കും. അത് ഞാൻ പറഞ്ഞ് ശരിയാക്കാം. അവൾക്ക് വേണ്ട ശ്രദ്ധ കൊടുക്കാം. അവളെ ഒരു മനോരോഗ വിദഗ്ധനെ കാണിക്കാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി അമ്മയെന്ന്. അന്നേരം മുതൽ ഭാര്യയെ ഞാൻ വിളിക്കുകയാണ്. ഫോൺ എടുക്കുന്നില്ല. ബെല്ലടിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. ഇത്തിരി കഴിഞ്ഞപ്പോൾ അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ അവളോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പിടിവാശിക്കാരിയാണ്. ഒരു കാര്യം ചെയ്യടാ, മറ്റന്നാൾ ഇങ്ങോട്ട് വാ. ഇവിടെ അന്ന് ആരും കാണില്ല. ഞാനും അന്ന് കടയിൽ പോകുന്നില്ല. നീ ലീവ് എടുത്തിവിടെ വാ. ഇവളോട് ഉണ്ടല്ലോ, നമുക്കൊരു തീരുമാനമെടുക്കാം. ഒന്നിച്ചിരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞ ദിവസം അവിടെ ചെന്നു. എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ മുഖം വേർപ്പിച്ചു. പക്ഷേ അമ്മായിമ്മ പറഞ്ഞു, എടീ അവിടെ ഇരിക്കെ, ഞാൻ മരുമോനോട് സംസാരിക്കുന്നത് നീ കണ്ടില്ലേ? മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞത് അനുസരിച്ചോ എന്ന് പറഞ്ഞു. അമ്മായിമ്മേ ഇത്തിരി പേടിയുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു. എൻ്റെ ഭാര്യ മച്ചിലും ചുവരിലുമൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ ഇതാണ് അമ്മയെ പ്രശ്നം. ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ എങ്ങനെയാണ് മനുഷ്യന് വിയർപ്പിൻ്റെ ഗന്ധമോ നോർമൽ ഗന്ധമോ ഒക്കെ കാണില്ലേ? ഇവള് പറഞ്ഞ പോലെ 24 മണിക്കൂറും എല്ലാത്തിലും സെറ്റ് അടിച്ച് നടക്കാൻ പറ്റുമോ? എടി, ആണിനും പെണ്ണിനുമൊക്കെ ഓരോ പ്രത്യേക മണമുണ്ട്. അത് സെൻ്റ് അടിച്ച് നടക്കുന്ന മണമൊന്നുമല്ല. പുരുഷൻ്റെ മണം എന്ന് പറയുമ്പോൾ വിയർപ്പ് കലർന്ന ഒരു പ്രത്യേക മണമാണ്. അത് ഇഷ്ടപ്പെടാൻ പെണ്ണുങ്ങൾ പഠിക്കണം. 24 മണിക്കൂറും ക്ലീനായിട്ടൊന്നും ഇരിക്കാൻ ആർക്കും പറ്റില്ല. നിന്നെ അനാവശ്യമായി പണം തന്ന് കൊഞ്ചിച്ച് ഇങ്ങനെ വളർത്തി നീ ഇത്രയും വലിയ രീതിയിൽ പെരുമാറുമെന്ന് ആരറിഞ്ഞു? ഈ ചെക്കൻ കഷ്ടപ്പാടിലാകുകയല്ലേ? നല്ലൊരു പയ്യനാണ്. അവനെ നീ കഷ്ടപ്പെടുത്തി ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ അടിച്ചു കയറ്റിയിട്ട് അവസാനം അവൻ്റെ വായും വയറും മൂക്കും തലമണ്ടയും എല്ലാം നശിപ്പിച്ചിട്ടും അവനെയും രോഗിയാക്കി മാറ്റാനാണോ നിൻ്റെ പാട്? നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത സുഗന്ധവസ്തുക്കളൊക്കെ ഉപയോഗിച്ചിട്ട് അവസാനം നിനക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരും. മനുഷ്യനാകുമ്പോൾ നോർമൽ മണം അത് ആസ്വദിക്കാൻ പഠിക്കണം. എന്താണ് ഈ കാണിക്കുന്നത്? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നിനക്ക് ഈ കല്യാണം ഒഴിഞ്ഞാലും വേറൊരുത്തനെ കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല. അല്ലെങ്കിൽ നിൻ്റെ അത്ര അസുഖമുള്ള ആരെങ്കിലും കണ്ടുപിടിക്കേണ്ടി വരും. ഇവനായതുകൊണ്ട് ഇത്രയും ശാന്തമായി കൈകാര്യം ചെയ്തു. ഞാനായിരുന്നെങ്കിൽ നല്ല ചാട്ടവാറെടുത്ത് അടിച്ച് വീട്ടിലുടനെ കൊണ്ടുവിട്ടേനെ എന്നൊക്കെ പറഞ്ഞ് എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്താണ് അമ്മായിമ്മ സംസാരിച്ചത്. അവരുടെ സംസാരവും രീതിയും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ഇംപ്രഷൻ തോന്നി. അവർ സുന്ദരിയായി നടക്കുമെങ്കിലും അവരുടെ ഉള്ളിൽ യഥാർത്ഥ ഒരു ജീവിതമുണ്ട്. പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് അതില്ല. സമ്പന്നതയുടെ മടിത്തട്ടിൽ വളർന്ന് അവൾ ആകെ വല്ലാതായി പോയിരിക്കുന്നു. ഒരിക്കലും ഒരു പെണ്ണിൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ, അതും ആണുമൊത്തുള്ളത് അമ്മയ്ക്കോ അച്ഛനോ അല്ലെങ്കിൽ വേറെ ആർക്കും അറിയില്ലല്ലോ. അവളെ തൊട്ട് ഷെയർ ചെയ്യുകയുമില്ല. അവസാനം കല്യാണം കഴിച്ച എനിക്കാണ് പ്രശ്നമായത്. ഇതൊക്കെ ഞാൻ അവിടെ തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ ഒന്നും മിണ്ടുന്നില്ല. എനിക്ക് ചെറുപ്പം മുതലേ അങ്ങനെയാണ് മനസ്സിൽ നിന്ന് പറഞ്ഞു. അപ്പോൾ അമ്മായിമ്മ പറഞ്ഞു, അങ്ങനെ നീ കടുംപിടുത്തം പിടിക്കാൻ പാടില്ല. ഇല്ലെങ്കിൽ ഡോക്ടറെ കാണാം, കൗൺസിലിംഗ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതും ചെയ്യാം. എന്തായാലും മോനിത് വീട്ടിലോ ഇവിടെയോ പറഞ്ഞ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട. നമുക്ക് ഇവളെ ഒന്ന് നേരെയാക്കിയെടുക്കാം. മോനും ഞാനും ഇവളും മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് ഒത്തിരി വഴക്ക് പറഞ്ഞു. അപ്പോൾ അമ്മയോടെന്തോ എതിടാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം അവിടെ ഒന്നും മിണ്ടാതിരിക്കുകയായിരുന്നു. എന്നോട് ചോദിച്ചു, മോനെ നിൻ്റെ വസ്ത്രങ്ങളൊക്കെ ഇവൾ തൊടുകയോ എടുത്ത് അലക്കി തരുകയോ ചെയ്യുമെന്ന്. ഇല്ല അമ്മേ, അവിടെ ഒരു ബക്കറ്റ് ഉണ്ട്, അതിലിടും. അത് പിന്നെ എൻ്റെ അമ്മ വന്ന് വാഷിംഗ് മെഷീനിൽ എടുത്തിടും
കൊണ്ടുവന്ന്. അപ്പോൾ പിന്നെ നീ എന്തിനാടി കെട്ടിയൊരുങ്ങി ഇവനെ കണ്ടപ്പോഴേ കല്യാണം കഴിച്ച് അവിടെ പോയത്? ഭർത്താവിൻ്റെ ഒരു കാര്യം നിനക്ക് നോക്കാൻ പറ്റില്ലേ? രാത്രി നീ സുഗന്ധം പൂഷിച്ചിട്ട് അവിടെ കിടന്ന് കസർത്ത് കാണിക്കുന്നത് മാത്രമാണ് ഈ ജീവിതം എന്നൊക്കെ പറഞ്ഞ് അവർ കുറച്ച് മേലെ ഉയർത്തി പറഞ്ഞു. അപ്പോഴേക്കും നിങ്ങളല്ലേ പറഞ്ഞത് എൻ്റെ കല്യാണം പെട്ടെന്ന് നടത്തണം എന്ന് പറഞ്ഞ് നടത്തിയതും എനിക്ക് കല്യാണം കഴിക്കണമെന്നൊന്നും ആഗ്രഹമില്ലായിരുന്നു. എന്നാലും നീ കല്യാണം കഴിക്കണ്ടേ? അപ്പോൾ നിനക്കൊരു ഭർത്താവ് വരും. അപ്പോൾ നീ വെറുതെ എങ്ങനെ ഇരിക്കുമോ, അതോ സുഗന്ധം അടിച്ചോണ്ടിരിക്കൂടി എന്ന് ചോദിച്ചിട്ട് അമ്മായിമ്മ ശരിക്കും ശബ്ദമുയർത്തി. അപ്പോൾ ഭാര്യ പതുങ്ങി. എനിക്ക് മനസ്സിലായി ഭാര്യയ്ക്ക് ആകെ പേടിയുള്ളത് അമ്മായിമ്മയാണ്. അപ്പോൾ അമ്മായിമ്മ എന്നെ നോക്കി ഒരു പ്രതിവിധി നിർദ്ദേശിച്ചു. അത് എനിക്ക് സ്വീകാര്യവുമായിരുന്നു. മോനൊരു 10 ദിവസം ഇവിടെ വന്ന് നിൽക്ക്, ഇവിടുന്ന് ഓഫീസിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതെന്താ അമ്മേന്ന്? അങ്ങനെ ചെയ്താൽ മതി, മറ്റാരും ഇതിനുള്ളിലെ കാര്യങ്ങളൊന്നും അറിയണ്ട, ഇവിടോട്ട് വെറുതെ ക്യാഷ്വലി വന്ന് നിൽക്കുന്ന പോലെ നിന്നാൽ മതി, ഇവിടെ നിന്ന് പോകാം. അപ്പോൾ ഇവളോട് ഞാൻ പറഞ്ഞ് ഇവളെ മാറ്റിയെടുക്കാം എന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ പോയി എൻ്റെ ഡ്രസ്സുകളൊക്കെ എടുത്തോണ്ട് വന്നു. അന്ന് രാത്രി ഭാര്യ എന്നോട് മിണ്ടിയില്ല. മുഖം വേർപ്പിച്ച് കട്ടിലിൻ്റെ അപ്പുറത്ത് പോയി കിടന്നു. അന്ന് സുഗന്ധത്തെ പറ്റിയിട്ടൊന്നും എന്നോട് സംസാരിച്ചില്ല. താഴെ അമ്മയുണ്ടല്ലോ, അത് മാത്രമല്ല അമ്മായിപ്പനൊക്കെ വന്നു, എല്ലാവരും ഉണ്ട്, ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ വന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും സന്തോഷമായി. ഇതിനിടയ്ക്ക് അങ്ങനെ ഞാൻ പോയി താമസിച്ചിട്ടുമില്ലായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പോകാൻ റെഡിയായി. ആ സമയത്ത് അമ്മായി വന്നിട്ട് മോനെ എടാ ഇന്നലെ നീ ഇട്ട വസ്ത്രങ്ങളൊക്കെ എന്തി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞതേ അമ്മ ഈ ബാസ്ക്കറ്റിൽ കിടപ്പുണ്ടെന്ന്. ഉടനെ അമ്മ എൻ്റെ ഭാര്യയെ വിളിച്ചു. എടീ ഇങ്ങോട്ട് വന്നേ, ആ കിടക്കുന്ന വസ്ത്രങ്ങളെല്ലാം എടുത്തേ അവൻ്റെ. എനിക്കിഷ്ടമല്ല അങ്ങനെ തൊടുന്നൊന്നും, എനിക്ക് ഇഷ്ടമല്ല. തൊടുന്നത് നിനക്ക് ഇഷ്ടമല്ല, മറ്റു പലതും നിനക്ക് ഇഷ്ടമാണോടി? സെൻ്റ് അടിച്ചു കഴിഞ്ഞാൽ നീ തല അനക്കുവോ എന്ന് ചോദിച്ചു. അതൊക്കെ കേട്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഭാര്യയാണെങ്കിൽ കൂസല്ല നിൽക്കാണ്, എടുക്കടിയത് എന്ന് പറഞ്ഞു. അപ്പോൾ എടുത്തിട്ട് അമ്മായിമ്മ എൻ്റെ പുറകെ വാ എന്ന് പറഞ്ഞു. കൗതുകം കൊണ്ട് ഞാനും പോയി. അവിടെ പുറത്ത് ആധുനിക രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു അലക്കുകല്ലുണ്ട്. നല്ല സ്റ്റൈലായിട്ടാണ്. അങ്ങനെയൊന്നും ആരും ഉപയോഗിക്കാറില്ലെങ്കിലും അവിടെ എല്ലാമുണ്ട്. അതൊക്കെ അവിടുത്തെ ജോലിക്കാർ വൃത്തിയാക്കി ഇടാറുമുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അമ്മായിമ്മ സോപ്പ് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നീ വസ്ത്രം ഒന്ന് അലക്ക്, നീ ഹോസ്റ്റലൊക്കെ നിന്നല്ലേ, നിൻ്റെ തുണിയൊക്കെ നീ അലക്കിയതല്ലേ, അതുപോലെയുള്ളൂ ഭർത്താവിൻ്റെ തുണി അലക്കാൻ. എനിക്ക് വയ്യ, എനിക്കിഷ്ടമല്ല, എനിക്കിതൊക്കെ കാണുന്നതന്നെ വെറുപ്പാ. അങ്ങനെ വെറുത്തിട്ടൊരു കാര്യമില്ല. നീ ദേ ഈ അവൻ്റെ ജോക്കിയില്ലേ അത് തന്നെ ആദ്യം വെള്ളത്തിൽ കുതിർത്ത് നന്നായിട്ട് സോപ്പിട്ട് ഒന്ന് അലക്കുക. അത് കഴിഞ്ഞ ശേഷം ദേ ഇവിടെ ലെഗ്സ് ഇരിക്കുന്ന കണ്ടോ, ആ ലെഗ്സ് എടുത്ത് അതിലൊന്ന് ഇട്ട് നന്നായിട്ട് നീ കുത്തിപ്പിഴിഞ്ഞ് അങ്ങോട്ടിട്. എങ്കിലേ അതിന് മണം വരും. ഇല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, സോപ്പിട്ട ശേഷം നീ അത് നന്നായി കഴുകി വസ്ത്രങ്ങളെല്ലാം കഴുകിയ ശേഷം കംഫർട്ടിൽ മുക്കി വെക്ക്. 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം നീ എടുത്ത് ദേ ഈ അഴയിലോട്ടിട. അതിനാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ പണ്ടോട്ട് എവിടെയുണ്ട്. നീയൊന്നും ഇതൊന്നും ഉപയോഗിക്കാതെ ഇങ്ങനെ കൊഞ്ചിച്ചിരുന്നു, അതാ നിനക്ക് പറ്റിയത്, നനയ്ക്കടി എന്ന് പറഞ്ഞു. അങ്ങനെ ഭാര്യ ഒട്ടും ഇഷ്ടമില്ലാതെ നനച്ചു. എൻ്റെ ജോക്കിയൊക്കെ നന്നായിട്ട് നനയ്ക്കാൻ അമ്മായിമ്മ അവളോട് കൈ ചൂണ്ടി പറഞ്ഞു. അവളത് ഇഷ്ടമില്ലാതെ അനുസരിച്ചു കൊണ്ട് അഴയിലിട്ട ശേഷമാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോയത്. വൈകിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ പറഞ്ഞു പോയെല്ലാം നനച്ചിടാൻ. അങ്ങനെ 3 ദിവസം നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞ ശേഷം ഇവിടെ ഞാൻ നോക്കും, നീ തന്നെ നനച്ചിട്ടോളാൻ പറഞ്ഞു. ഭാര്യ അത് അനുസരിക്കാൻ തുടങ്ങി. അങ്ങനെ 10 ദിവസം നിന്ന് കഴിഞ്ഞപ്പോഴേക്കും അവളുടെ കുറച്ച് വൃത്തിഭ്രാന്തൊക്കെ മാറി. എന്നാലും അവൾ എന്നോട് പറഞ്ഞു ആ സമയമാകുമ്പോൾ നല്ല മണം വേണമെന്ന്. ഞാൻ പറഞ്ഞു മണമൊക്കെ ഓക്കെയാണ്, ഞാൻ സമ്മതിച്ചു, പക്ഷേ ഇത്രയും രൂക്ഷമായ ഗന്ധം അടിക്കരുത്, അങ്ങനെയാകുമ്പോൾ എനിക്ക് നിനക്ക് ബുദ്ധിമുട്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ലൈറ്റായിട്ടാണെങ്കിൽ ഓക്കെ എന്ന്. അങ്ങനെയാണ് മാഡം ഞങ്ങൾ പിന്നെയും ഒന്നിച്ചത്. ഇപ്പോഴും അവൾക്ക് മറ്റ് വൃത്തികളൊക്കെ ഉണ്ട്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. അമ്മായിമ്മയാണ് ഇതെല്ലാം സോൾവ് ചെയ്ത് തന്നത്. അപ്പോൾ പിന്നെ അമ്മായിമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ അന്ന് അങ്ങനൊരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ ശരിക്കും ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസങ്ങൾ കൊണ്ട് തന്നെ പിരിഞ്ഞേനെ വന്ന്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു മോനെ ഒന്നിനും എടുത്ത് ചാടരുത്, എല്ലാത്തിനും നമുക്ക് ഒരു പരിഹാരമുണ്ട്. പിന്നെ നീ നല്ലൊരു പയ്യനാണ്, പക്ഷേ എൻ്റെ മോൾക്ക് നല്ല സുഖജീവിതമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അവൾക്ക് ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ അവൾ എന്നോട് വിളിച്ചപ്പോൾ പറഞ്ഞത് എൻ്റെ ഭർത്താവ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് പറഞ്ഞത്. ആദ്യ ദിവസം തന്നെ അവൾ നന്നായി എന്തൊക്കെയോ കടന്നുകയറ്റങ്ങൾ നടത്തിയെന്നും അവൾ പറഞ്ഞു. അപ്പോൾ സാധാരണ പെണ്ണുങ്ങളൊന്നും അങ്ങനെ
ചെയ്യാറില്ല. അമ്മയോട് അവൾ ഇതൊക്കെ തുറന്നു പറയുമോ? പിന്നെ അവൾ എല്ലാ കാര്യങ്ങളും എന്നോട് പറയാറുണ്ട്. പിന്നെന്താമേ ഈ വൃത്തിയുടെ കാര്യവും എന്നെ ഇത്രയും ബുദ്ധിമുട്ടിച്ച കാര്യവും പറയാതിരുന്നത്? അതല്ലേ എനിക്ക് അത്ഭുതം. എന്തുണ്ടെങ്കിലും പറയുന്നവളാണ്. ഇതിനിടയ്ക്കും ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇന്നലെ ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല, നല്ല ആളാണ് എന്നൊക്കെ കൊഞ്ചിയും കുറുകിയും കുണുങ്ങിയും പറഞ്ഞ പെണ്ണാണ് അവൾ. ഇങ്ങനെയൊരു കാര്യം മാത്രം മറച്ചു വെച്ചത് എന്താണെന്ന് അറിയില്ല. മോനെ, നിനക്കറിയാമല്ലോ, ഞാനാണെങ്കിൽ ഇത്തിരി സൈക്കോളജിയൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അവളോട് പലതും ഓപ്പണപ്പായിട്ട് സംസാരിച്ചിട്ടുണ്ട്, പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ എന്തൊക്കെയാണ് എങ്ങനെയാണെന്ന് നിനക്കറിയാമോ? ഇപ്പോഴും ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ ഭയങ്കര ആക്റ്റീവാണ്. എനിക്ക് താല്പര്യം ഒട്ടും കുറഞ്ഞിട്ടില്ല. താല്പര്യം ഇതിൽ കുറയരുത്, ഭാര്യയ്ക്കും ഭർത്താവിനും. എങ്കിലേ ജീവിതം രസകരമാകുമെന്ന് പറഞ്ഞു. എന്തായാലും റീസെൻ്റായിട്ട് അമ്മായിമ്മയോട് ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. എങ്കിലും അവൾ ഈ മണം, സുഗന്ധം, ഇതിലുള്ള ഇൻറ്റൻസിറ്റി കുറച്ചതല്ലാതെ ഒഴിവാക്കുന്നില്ല. നോർമലായുള്ള ഗന്ധങ്ങളൊന്നും എനിക്ക് ആഗ്രഹിക്കാനോ ആസ്വദിക്കാനോ പറ്റുമെന്ന് തോന്നുന്നില്ലെന്ന് പറഞ്ഞപ്പോഴേക്കും അപ്പോൾ അമ്മ പറഞ്ഞു, അത് പിന്നെ അത് നീ വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. സുഗന്ധം കുറച്ചുള്ളത് നല്ലതല്ലേടാ. യഥാർത്ഥ ഗന്ധങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്നറിയില്ലല്ലോ എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് എങ്ങനെയാണ് ഇഷ്ടമെന്ന് ഞാൻ ചോദിച്ചു. ആഹാ, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സുഗന്ധങ്ങളൊന്നും ഇഷ്ടമല്ല. പച്ചമണ്ണിൻ്റെ നനവാർന്ന ഗന്ധമാണ് എനിക്കിഷ്ടം. ഹസ്ബൻഡിനോട് ഞാൻ പറയാറുണ്ട്, ഇത്തിരി അങ്ങ് മുഷിഞ്ഞിരിക്കുമായിരുന്നെങ്കിലും എനിക്ക് കുഴപ്പമില്ല. ഹസ്ബൻഡിനും അങ്ങനെ തന്നെ. അതൊക്കെയല്ലേ മനുഷ്യൻ്റെ ജീവിതം. അവളെ ഇനിയും പ്രശ്നമുണ്ടാകുകയാണെങ്കിൽ നമുക്ക് ഡോക്ടറെ കാണിക്കാം എന്ന് പറഞ്ഞ് അമ്മായിയമ്മ എന്നെ ഒന്ന് നുള്ളിയത് എവിടെയാണെന്ന് ഇവിടെ പറയാൻ പറ്റില്ല. എങ്കിലും കറക്റ്റായിരുന്നു. അവർക്കും ആഗ്രഹമുള്ളതുപോലെ. ഞാൻ പിന്നെ ഒരു ദിവസം എന്തോ ഇത്തിരി കടന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൾ അറിയാതെയാണെങ്കിൽ ഞാൻ എല്ലാത്തിനും റെഡിയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കവാടം തുറന്ന് കുംഭഗോപുരത്തിലേക്ക് പ്രവേശിച്ച് കുംഭാഭിഷേകം നടത്തിയത്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കാര്യം നാച്ചുറലായുള്ള കാര്യങ്ങളും നാച്ചുറൽ മണങ്ങളും അറിയാൻ തുടങ്ങിയത് അമ്മായിയമ്മയുടെ ഒരു സ്നേഹപ്രകടനങ്ങളും സഹകരണങ്ങളും കൊണ്ട് മാത്രമാണ്. ഭാര്യ അറിയാതെ ഞാനത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. രണ്ടും മാനേജ് ചെയ്യാൻ എനിക്കിപ്പോൾ പറ്റുന്നുണ്ട്. പക്ഷേ ഭാവി എന്താകുമെന്ന് അറിയില്ല മാഡം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഭാവി എന്താകുമെന്ന് എനിക്കും അറിയില്ല. എന്തായാലും മണത്തിൻ്റെ പേരിൽ, അമ്മായിമ്മ ഉപദേശത്തിൻ്റെ പേരിൽ ഇങ്ങനെയൊരു ബന്ധത്തിലേക്ക് പോകേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ പലരും പറയും, ആ കിട്ടിയതല്ലേ, കൂട്ടത്തിലങ്ങ് ചേരൂ എന്നേ പറയുകയുള്ളൂ. പക്ഷേ ഇതും നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. ഭാര്യയെ കുറച്ചുകൂടെ പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് അവരെ ശരിക്കും ഒരു നോർമൽ രീതിയിലേക്ക് ഈ രീതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ഒരു സ്നേഹമല്ലേ നല്ലത്. അതിനിടയ്ക്ക് ഇങ്ങനൊരു ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുത്ത് ഭാര്യ അറിഞ്ഞ് വേണമെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എപ്പോൾ വേണമെങ്കിലും വരാമല്ലോ. അപ്പോൾ ഓരോന്നും നമ്മൾ ചെയ്യുമ്പോൾ അതിന് എതിരെ പ്രതിപ്രവർത്തനങ്ങളുമുണ്ട് എന്ന് വിചാരിക്കുക. സൂക്ഷിച്ചും കണ്ടും മുന്നോട്ട് പോകുക, അതെനിക്ക് പറയാനുള്ളൂ.